மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, காதல் அல்ல, காதல் அல்ல. அதையும் தாண்டி புனிதமானது, 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 புனிதமானது. സമ്മർ വെക്കേഷനിങ് എത്തിയല്ലോ, എല്ലാവരും ടൂർ മോഡിലായിരിക്കുമല്ലേ. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷം അന്ന് നടന്ന അപകടം ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. വ്യക്തിയുടെ അവസ്ഥ വിലയിരുത്തുക. അതായത് നിങ്ങൾ രക്ഷപ്പെടുത്തിയ വ്യക്തിക്ക് എന്തെങ്കിലും പരിക്കോ മെഡിക്കൽ എമർജൻസി അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷനോ ഉണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. നമ്മൾ രക്ഷപ്പെടുത്തുന്ന വ്യക്തി കോൺഷ്യസ് ആണോ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം അവരുടെ പൾസ് പരിശോധിക്കുക. രക്ഷപ്പെടുത്തിയ വ്യക്തിക്ക് ഉടനെ തന്നെ വൈദ്യസഹായം നൽകുക. അടുത്തുള്ള ഹോസ്പിറ്റലിലോ പ്രൈമറി ഹെൽത്ത് സെന്ററിലോ വേഗം എത്തിക്കുക. നിങ്ങൾ സ്വയമായി ഒരു ഡോക്ടർ ആവാതിരിക്കുക. രക്ഷപ്പെടുത്തിയ വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കി മാത്രം അവരെ എടുക്കുക. സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് ഒരാൾ വീണ് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിനെടുക്കുന്ന ലാഘവത്തിലാണ് മിക്കവരും അപകടത്തിൽപ്പെട്ട വ്യക്തിയെ എടുത്തുകൊണ്ട് പോകുന്നത്. ആ ഒരു പ്രവണത ഒഴിവാക്കി അവരെ ഒരു സ്ട്രെച്ചറിലോ അല്ലെങ്കിൽ നിരപ്പായ ഒരു പ്രതലത്തിൽ മാത്രം കിടത്തി വേണം ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാൻ. നിങ്ങൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് പേഷ്യൻറ്റിൻ്റെ അവസ്ഥയാണ്. അതായത് പേഷ്യൻറ്റിന് ബ്ലീഡിങ്ങോ എന്തെങ്കിലും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. പേഷ്യൻറ്റ് കോൺഷ്യസ് ആണോ അൺകോൺഷ്യസ് ആണോ എന്ന് ഉറപ്പുവരുത്തുക. അൺകോൺഷ്യസ് ആണെങ്കിൽ നിങ്ങൾ CPR കൊടുക്കാൻ ട്രെയിൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് ഉടനടി CPR കൊടുക്കാവുന്നതാണ്. നിങ്ങൾ രക്ഷപ്പെടുത്തിയ ആൾക്ക് ബ്ലീഡിംഗ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഒരു വൃത്തിയുള്ള തുണി വെച്ച് ബ്ലീഡിംഗ് ഉള്ള ഭാഗം കെട്ടുക, അല്ലെങ്കിൽ ഒരു ബാൻഡേജ് ഉപയോഗിച്ച് അവിടെ ക്ലോസ് ചെയ്യുക. പിന്നെ ഇനി ഫ്രാക്ചർ ഉണ്ടെന്ന് നിങ്ങൾ തോന്നുന്നെങ്കിൽ ആ പേഷ്യന്റിനെ ഒരിക്കലും അവിടെ ഒരു ഒടിവ് വരാത്ത രീതിയിൽ വേണം നിങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാൻ. അതായത് ഫ്രാക്ചർ ഉണ്ടെന്ന് തോന്നുന്നതെടുത്ത് ഒരു കമ്പ് വെച്ച് കെട്ടി അവിടെ ഒടിയാത്ത രീതിയിൽ വേണം നിങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാൻ. ഇത് വളരെ പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് കാണും, അതായത് രക്ഷപ്പെടുത്തിയ വ്യക്തിയുടെ റിബിനാണ് ഇപ്പോൾ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അവർക്ക് CPR കൊടുക്കാമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ അവിടെ അങ്ങനെ ചിന്തിക്കാതെ അവരുടെ ജീവന് മുൻഗണന നൽകി CPR കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതിനുശേഷം മാത്രം മെഡിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് പോവുക. ഇതുപോലത്തെ ഗർത്തങ്ങളിൽ പലതരത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാം. അവയിൽ നിന്നും വരുന്ന രോഗങ്ങളും പലതരമാണ്. ഇതിനാൽ അപകടത്തിൽപ്പെട്ട ആളും രക്ഷപ്പെടുത്തുന്ന ആളും രണ്ടുപേരും ഉടനെ തന്നെ ഐസൊലേഷനിൽ പോകുന്നത് അനുയോജ്യമാണ്. എല്ലാവരും വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ വെക്കേഷൻ ആഘോഷിക്കുക. അപകടങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറുക. ബി സേഫ്.